പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഇന്നലെ അവിചാരിതമായി യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ട ഒരു വളരെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാലയായിരുന്നു. നിങ്ങളെല്ലാവരും അതിൻ്റെ ന്യൂസൊക്കെ കണ്ടു കാണും അല്ലേ? അപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന തിരുവനന്തപുരം ഭാഗത്തുണ്ടായ ഒരു വിശേഷപ്പെട്ട ഒരു സംഭവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് വിവരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു. എല്ലാ സൗകര്യവും എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ്, അതിന്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു. ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ, ഇവ സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു. ഇത് പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ്. പള്ളി സ്ത്രീകൾ സാധാരണഗതിയിൽ അതിന്റെ മുകളിൽ ആ പേപ്പർ ഒട്ടിച്ചിരിക്കുന്നത് സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം എന്നതാണ്. അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു. പോലീസുകാർക്ക് കഴിഞ്ഞ 10 ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും അവർക്ക് വിശ്രമിക്കാനുമുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളിക്കമ്മിറ്റി വിട്ടുകൊടുത്തിരിക്കുകയാണ്. 10 ദിവസമായി അതങ്ങനെ തന്നെയാണ്. ഇതേപോലെ തന്നെ ഫയർഫോഴ്സിന് താമസിക്കാനുള്ള സ്ഥലവും തൊട്ടപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട്. അപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയം എല്ലാ ഭക്തന്മാരും വളരെ ഭക്തി നിർഭരമായി ദേവിയെ ആരാധിച്ചുകൊണ്ട് അവിടെ പൊങ്കാലയിടുന്നത് നമ്മളെല്ലാവരും കണ്ടു അല്ലേ? വളരെ മനസ്സിന് കുളിർമ തരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അത്. അതിലുപരിയായിട്ട് നമ്മൾ അവിടെ കണ്ട ഒരു സംഭവം അതാണ് ഇപ്പോൾ നിങ്ങൾ ഈ ക്ലിപ്പിൽ കണ്ടത്. അവിടെയുള്ള ആ പള്ളി, ആ വലിയ പള്ളിയിൽ ഈ ഭക്തർക്ക് വേണ്ടിയിട്ടുള്ള നല്ല സൗകര്യം ചെയ്തു കൊടുത്ത് നമ്മുടെ മുസ്ലിം സഹോദരന്മാർ, അവരുടെ പള്ളി അവിടെ തുറന്നിട്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ട കാഴ്ച അല്ലേ? അവർ ഈ ഹിന്ദു ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് അതിനുള്ളിൽ വെള്ളമായാലും അതുപോലെ തന്നെ അവിടെ സ്ഥലമായാലും അവിടെ എന്ത് സഹായമാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ ആ മുസ്ലിം സഹോദരന്മാർ ആ പള്ളി മുറ്റത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു പോലീസുകാർക്ക് അവിടെ തങ്ങാൻ വേണ്ടിയിട്ടും അവിടെ സ്ത്രീകളുടെ നിസ്കാര സ്ഥലം അവിടെ മാറ്റിയിട്ട് തൽക്കാലത്തേക്ക് അത് പോലീസുകാർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലമാക്കി മാറ്റി എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. എന്താണെന്ന് വെച്ചാൽ ഒരു മതസൗഹാർദ്ദമാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അല്ലേ? എന്ത് തന്നെ ആയാലും ഇത് നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ്. നമ്മുടെ ഇപ്പോഴത്തെ തലമുറ കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ അവിടെ കണ്ടത്. ഈ പുണ്യ റമദാൻ മാസത്തിൽ മുസ്ലിം സഹോദരന്മാർ ചെയ്തു കൊടുത്ത ഇത് അത്രയും വലിയ ഒരു കാര്യം തന്നെയാണ്. അത് എല്ലാവരും അത് കണ്ടിട്ട് അത് അനുകരിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം തിരുവനന്തപുരം ഭാഗത്ത് വരുന്ന ഈ പൊങ്കാല ഉത്സവം ആ ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇന്നലെ തിരുവനന്തപുരം മുഴുവൻ ആഘോഷമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതിനടുത്തുള്ള ക്രിസ്ത്യൻ പള്ളി ആയാലും മുസ്ലിം പള്ളി ആയാലും എല്ലാം ഇതിനോട് യോജിച്ചുകൊണ്ട് അവരും എല്ലാം ഇതൊരു ഉത്സവമാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അല്ലേ? അതുപോലെ തന്നെ പറയുന്ന ഒരു സങ്കടം എന്താണെന്ന് വെച്ചാൽ നോമ്പുകാലം ആയതുകൊണ്ട് ഭക്ഷണം ഒന്നും കൊടുക്കാൻ പറ്റിയില്ല. കാരണം റംദാൻ മാസത്തിൽ അവർ ഭക്ഷണം കഴിക്കില്ലല്ലോ, രാവിലെ ഒന്നും കഴിക്കില്ല. അവരുടെ നോമ്പ് തുറന്ന് വൈകുന്നേരം മാത്രമേ കഴിക്കുള്ളൂ. എങ്കിലും നോമ്പ് തുറന്ന സമയത്ത് പച്ചക്കറി കഞ്ഞിയൊക്കെ എല്ലാവർക്കും കൊടുത്തു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ജാതി മതം ഒക്കെ തൂത്തെറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇവിടെ നിന്നും നമുക്ക് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു സാഹോദര്യത്തിലേക്ക് എല്ലാവരും നമ്മളുടെ സഹോദരന്മാരാണ്. ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും എല്ലാവരും പരസ്പരം സഹോദരന്മാരാണ്. നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന ചോര എല്ലാവരുടെയും കളർ ഒന്ന് തന്നെയാണല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ പൂർവികന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള നമ്മുടെ സംസ്കാരം അത് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിലനിർത്തണം. നമുക്ക് UP-യിലൊന്നും പോയാൽ ഇതൊന്നും കാണാൻ കഴിയില്ല. അവിടെയൊക്കെ ഈ സമയത്ത് എന്താ ചെയ്യുക? അവർ പള്ളിയൊക്കെ ഷീറ്റിട്ട് മറക്കുവാണ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിൽ നോക്കിയാൽ നിങ്ങൾ നേരെ മറിച്ച് പള്ളി അവിടെ തുറന്നിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളായാലും എല്ലാം ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടിയിട്ട് ക്രിസ്ത്യാനികളും ഒക്കെ ഒന്നടങ്കം വന്നിട്ട് അവരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് വേറൊരു രസം. ഹിന്ദുക്കൾ മാത്രമല്ല പൊങ്കാല അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ കണ്ട് ഒരുപാട് പേര് അവരുടെ ആഗ്രഹ സഫലീകരണത്തിനും പലതിനുമായിട്ട് അവർ ദേവിയെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് 10,000-കണക്കിന് ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്നലെ അവിടെ പൊങ്കാല അർപ്പിച്ചത്. അപ്പോൾ
എന്താണെന്ന് വെച്ചാൽ ഈ മതസൗഹാർദ്ദം നമ്മളെല്ലാവരും കണ്ടുപിടിക്കേണ്ടതാണ്. നമ്മുടെ പുതുതലമുറ ഇത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താണ് ഉണ്ടാക്കുന്നത്, പരസ്പരം എന്താണ് കത്തിക്കുത്ത് നടത്താനും പരസ്പരം കുത്തിക്കൊല ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു ഇത് എല്ലാവരുടെ മനസ്സിൽ നിന്നും മാറിപ്പോണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മതത്തിൻ്റെ പേരിലാണ് ഇവിടെ വിദ്വേഷവും അതുപോലെ തന്നെ അമ്പലം പള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ എന്തൊക്കെ ആൾക്കാർ നടത്തുന്നു അല്ലേ. ഇപ്പോൾ തന്നെ ഇതിനോട് അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ ഉണ്ടാവും അല്ലേ. പറയും വേണമെങ്കിൽ ഇത് ന്യൂസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് അവരങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയാൻ മടിയില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ കൂടി എല്ലാവരും വിചാരിക്കുക അമ്പലവും അതുപോലെ തന്നെ പള്ളിയായാലും അമ്പലമായാലും അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളിയായാലും ഒക്കെ തന്നെ എന്താണ് എല്ലായിടത്തും കുടികൊള്ളുന്ന ദൈവം ഒന്ന് തന്നെയാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നമ്മൾ നേരെ മറിച്ച് നീ വേറെയാണെന്ന് നമ്മളെപ്പോലെയുള്ള മുതിർന്നവർ പറയുമ്പോൾ ആണ് അത് കണ്ടിട്ട് ചെറിയ കുട്ടികൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ അവർ വളർന്നു വരുന്ന തലമുറ വിചാരിക്കുന്നത് എന്താണ്, ഞാൻ വേറെയാണ്, നീ വേറെയാണ്, നിന്റെ ജാതി വേറെയാണ്, നീ വേറെയാണ്. ഒരിക്കലും അങ്ങനെയൊന്നും. ഇതൊക്കെയാണ് കണ്ടിട്ട് കുട്ടികൾ വളരേണ്ടത്. ഇവിടെ ഒരു എന്താണ് ഈ കേരളത്തിൽ ഒരു എന്താണ് സർവവും ഈ കേരളത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ള ഒരു ഇതാണ് നമുക്ക് ഒരു സന്ദേശമാണ് നമുക്ക് ഇതിൽ കൂടി കൊടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എന്ത് തന്നെ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും എല്ലാ മതത്തിലുള്ളവരും പരസ്പരം സഹകരിക്കുക, ഇതുപോലെയുള്ള സഹായങ്ങൾ പരസ്പരം ചെയ്യുക അല്ലേ. അങ്ങനെ നമ്മുടെ എന്താണ് കേരളത്തിൽ ഇതുപോലെയുള്ള എല്ലാവരും പരസ്പരം സഹോദരന്മാരെ പോലെ കണ്ട് നല്ല ഒരു കേരളം ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് നമ്മളെ പോലെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി നാളെ പള്ളിയിൽ ഒരു ആഘോഷം വന്നാലും എവിടെ വന്നു കഴിഞ്ഞാലും പരസ്പരം ഹിന്ദുക്കളായാലും അങ്ങോട്ടും സഹകരണം കൊടുക്കുകയും തിരിച്ച് ഇങ്ങോട്ട് കിട്ടിയതുപോലെ അങ്ങോട്ടും അങ്ങനെ പരസ്പര സഹകരണത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കേരളവും അവിടുത്തെ ജനതയും ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്ത് രസമായിരിക്കും അല്ലേ അത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എന്താണ് കല്ലുകടി നമുക്ക് എല്ലാത്തിലും നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടാവും, പോസിറ്റീവ് മാത്രമല്ല എന്തിലും നെഗറ്റീവ് കാണുന്നവരുണ്ടാവും അല്ലേ. ഈ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ടും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ ആണെന്ന് പറയുന്നവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരൊന്നും നമ്മൾ കാണാൻ ശ്രമിക്കേണ്ട. അവർ പറയുന്നതൊക്കെ ഇതിലേക്കൂടെ കേട്ട് നമ്മൾ ഇതിലേക്കൂടി വിടുവാണ് വേണ്ടത്. നേരെ മറിച്ച് ഇതിൽ നല്ല വശങ്ങൾ മാത്രമാണ് നമ്മൾ കാണേണ്ടത്. മുസ്ലിം സഹോദരന്മാർ ചെയ്ത ഇത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് എവിടെയും പറഞ്ഞേ പറ്റൂ. അത്രയും നല്ലൊരു കാര്യമാണ് ഇത്. നല്ല മനസ്സിന് ഉടമകൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റൂ എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഈ പുണ്യ മാസത്തിൽ എല്ലാവർക്കും എന്താണ് നമ്മുടെ ദൈവം എല്ലാവർക്കും നല്ല ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കട്ടെ, നല്ല ഒരു മനസ്സുണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുവാണ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ. അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്.